ഈ വർഷം ഒക്ടോബർ അവസാനത്തിൽ നവംബറിൻ്റെ ഒക്കെ തുടക്കത്തിൽ സൗദിയിലെ മരുഭൂമിയിൽ മഞ്ഞുവീഴ്ചയുണ്ടായത് ഏറെ ശ്രദ്ധേയമായിരുന്നു. അതിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരുന്നു. അൽ ജൗഫ് മേഖലയിലെ മരുഭൂമിയിലാണ് ഈ മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ട് ശ്രദ്ധേയമായി മാറിയത്. അതായത് ന്യൂനമർദ്ദം കാരണമുണ്ടായിട്ടുള്ള ഒരു മഴയും അതിനുശേഷമുണ്ടായ ആലിപ്പഴ വർഷവുമാണ് ഈ ഒരു മഞ്ഞുവീഴ്ച അനുഭവപ്പെടാൻ കാരണമായത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അഭിപ്രായപ്പെടുന്നത്. ശരിക്കും ഈ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിൽ മഞ്ഞ് വീണ ഏതോ ഒരു പ്രദേശത്തൊക്കെ പോലെ നമുക്ക് തോന്നും. അതായത് കൊടും ചൂടൊക്കെ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ പതിയെ മഞ്ഞുവീഴ്ചയൊക്കെ ഉണ്ടായിട്ട് കാലാവസ്ഥ മാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു മഞ്ഞുവീഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് മഞ്ഞ് വീണത് ഇവിടെ അസാധാരണമായിട്ടുള്ളൊരു വസന്തകാലം കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴിതാ ഒരു അപൂർവ ഇനം പല്ലിയെയും സൗദി മരുഭൂമിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. വടക്കൻ അതിർത്തിയായിട്ടുള്ള അറാർ മേഖലയിൽ നിന്നാണ് ഈ അപൂർവ ഇനം വംശനാശ ഭീഷണി നേരിടുന്ന ട്രാപ്പലക്സ് സാവിഗ്നി എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പല്ലികളെ കണ്ടെത്തിയിരിക്കുന്നത്. പകൽ സമയത്ത് മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു തരം പല്ലികളാണിവ. ഈ അറാർ മേഖലയിൽ ഇത്തരം ജീവികൾക്കൊക്കെ വളരാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി ഉണ്ട് എന്നാണ് പറയുന്നത്. ശരീരഘടന കാണുമ്പോൾ നമുക്കൊരു ഓന്ത് പോലെയൊക്കെ തോന്നും, പക്ഷേ ഇത് പല്ലിയാണ്.